യുഎസും ഇറാനും തമ്മിൽ വെടിനിർത്തൽ കാലാവധി തുടരുമ്പോഴും പല വിഷയത്തിലും കടുത്ത ഭിന്നത രൂക്ഷമാണ്. ഇതിനിടെ ഇറാൻ സംഘം പാകിസ്ഥാനിലെത്തിയത് പാക് സർക്കാരുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്കാണെന്നും യുഎസുമായി ചർച്ചയില്ലെന്നും ഇറാൻ നിലപാട് വ്യക്തമാക്കി. ഇതും സമാധാന ചർച്ചകൾക്ക് തിരിച്ചടിയാകുകയാണ്. അതേസമയം പ്രതിദിനം 10 ലക്ഷം ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഇറാന്റെ എണ്ണ കയറ്റുമതി നിലച്ചതോടെ ഇത് സൂക്ഷിക്കാനുള്ള ശേഷി രാജ്യത്ത് ഇല്ലാതാകുകയാണ്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് പോകാം. പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ഇത് രണ്ടാം വട്ടമാണ് ഇറാൻ-യുഎസ് ചർച്ച. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധതന്ത്ര പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ കൂടിയായ ജാർഡ് കുഷ്ണറുമാണ് ഇസ്ലാമാബാദ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. അതേസമയം ഇറാന്റെ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരക്ചിയും സംഘവും പാകിസ്ഥാനിലെത്തി. എന്നാൽ പാകിസ്ഥാനിൽ വന്നത് പാക് സർക്കാരുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്കാണെന്നും അല്ലാതെ യുഎസുമായി ചർച്ചയ്ക്കല്ലെന്നും ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കി. ഇതോടെ മുഖാമുഖം എന്ന ചർച്ചയും പാളിയിരിക്കുകയാണ്. അതേസമയം അമേരിക്കൻ ഭീഷണിയിലും വീഴാത്ത ഇറാനെ ക്രിപ്റ്റോയിൽ ട്രംപ് ഭരണകൂടം ഷോക്ക് കൊടുത്തിരുന്നു. ഇറാന്റെ എണ്ണ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഒരു ചൈനീസ് റിഫൈനറിക്കും 40 ഷിപ്പിംഗ് കമ്പനികൾക്കും യുഎസിന്റെ ഉപരോധം തുടരുകയാണ്. ഇതെല്ലാം ഇറാനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. ഇപ്രകാരം ഹോർമുസ് പ്രതിസന്ധിയും എണ്ണ വില കുതിപ്പും ലോകത്തെയാകെ ബാധിക്കുമ്പോഴാണ് പാക് ചർച്ചകളും പാളുന്നത്. യുഎസ് ഉപരോധം കാരണം ഇറാനെ എണ്ണ പുറം ലോകത്തേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. ഇതോടെ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ എവിടെ സൂക്ഷിക്കും എന്ന ആശങ്കയും ഇറാനെ അലട്ടുകയാണ്. പ്രതിദിനം 10 ലക്ഷം ബാരൽ എണ്ണയാണ് നിലവിൽ ഇറാന്റെ സ്റ്റോറേജ് ടാങ്കുകളിലേക്ക് എത്തുന്നത്. എണ്ണ സംഭരിക്കാൻ സ്ഥലമില്ലെങ്കിൽ ഉൽപാദനം നിർത്തേണ്ടി വരും. ഉൽപാദനം നിലച്ചാൽ രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ല് തകരും. ഈ തകർച്ചയാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. അതിനാൽ അമേരിക്കൻ നാവികസേന ഏർപ്പെടുത്തിയ ഈ കടുത്ത ഉപരോധം വെറുമൊരു സൈനിക നീക്കം അല്ലെന്ന് ഇറാനും വിശ്വസിക്കുന്നു. മറിച്ച് ഇത് ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുന്ന തന്ത്രമാണെന്നും തിരിച്ചറിയുന്നു. അതിനാൽ ഇനിയും അമേരിക്കൻ സംഘത്തിന് മുമ്പിൽ മുഖാമുഖ ചർച്ചയ്ക്ക് ഇരിക്കേണ്ടതില്ലെന്നാണ് ഇറാന്റെ നിലപാട്. ഇത് ആശങ്കയും അസ്വസ്ഥതയും പടരാൻ കാരണമാകുന്നു. എൽവിസ് ചുമ്മാർ, ജയ് ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chummar TV show. Exclusively on Jai Hind TV. Stay tuned for the 1,000 countdown.